ഹായ് ഹലോ നമസ്കാരം, ഞാൻ സ്പൈ ഏജന്റ് ആണ്. ഇന്ന് നമുക്ക് സ്വപ്പം വാർത്തകൾ കേട്ടാലോ? പ്ലേ. ഇന്നലെ വൈകുന്നേരത്തോടു കൂടെയാണ് ഇത്തരത്തിൽ പൂജയ്ക്കെത്തിയ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന്, അതായത് ശരീരത്തിൽ കടന്നു പിടിക്കാൻ ശ്രമിച്ചതിന് ഈ പൂജാരിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇയാൾ കൊല്ലം പുത്തൂർ സ്വദേശിയാണ്. മുരാരി തന്ത്രി എന്നുള്ള പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത്. യഥാർത്ഥ പേര് രാജൻ. ഇയാളെ ഞാൻ എങ്കയോ പാത്ത മാതിരി ഇருக்கு. എങ്കെന്ന് ഏതുമോ പിടിക്കാതെ ഇയാളല്ലേ നമ്മളെ സോഷ്യൽ മീഡിയയിൽ റീലൊക്കെ ചെയ്യുന്ന നമ്മളെ മുരാരി തന്ത്രി. ഇയാള് പെട്ടു. പൊട്ടിപ്പോയേ പൊട്ടിപ്പോയേ കെട്ടിവച്ച കാശും പോയേ. അണ്ണാ, ഈ പാട്ട് അങ്ങനെയല്ല പാടേണ്ടത്. പെട്ടുപോയേ പെട്ടുപോയേ തന്ത്രി മുഖ്യൻ പെട്ടുപോയേ, ഇങ്ങനെയല്ലേ അണ്ണാ പാടേണ്ടത്? അങ്ങനല്ലേ പെണ്ണുങ്ങളെ കുറിച്ച് മറ്റേ പാട്ട് പാടിയത്? പെണ്ണിനെ കണ്ടോളി നിങ്ങളാശിച്ചതൊക്കെ കൊടുത്തോളി. പണ്ട് ചാരായ കച്ചവടം, പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർ. അത് കഴിഞ്ഞപ്പോ അണ്ണന് പീടി അങ്ങ് ദുബായിൽ വരെ എത്തി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഞാൻ പകരം ചെയ്യും. അതാ ഇവിടുന്ന് തുടങ്ങുക. ഇന്ന് വരെ നീ വെച്ചനുഭവിച്ചു പോന്നിരുന്ന അധികാരം, അതിങ്ങനെ ഓരോന്നായി നഷ്ടപ്പെടുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പോവാ നീ. കുറെ ജ്യോതിഷന്മാർ ഇറങ്ങിയിട്ടുണ്ട്, കള്ളത്തായോളികൾ. എന്റെ അമ്മേ നമത്തെ. ഇപ്പോ മന്ത്രിമാർക്കും തന്ത്രിമാർക്കും ഒക്കെ ഒരു രക്ഷയില്ലെന്ന് തോന്നുന്നു. എല്ലാം പീഡന കേസുകളാ പൊങ്ങി വരുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്റെ അഭിപ്രായത്തില് ഈ കൊച്ചിന്റെ തള്ളയും തന്തയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്യണം. കാരണം മുരാരി കൊച്ചിന്റെ വീട്ടിലേക്കല്ലല്ലോ പോയത്, കൊച്ചിനെയും കൊണ്ട് മുരാരിയുടെ വീട്ടിലേക്കല്ലേ ഇവര് പോയത്. അല്ല, കുട്ടികൾക്കുണ്ടാകുന്ന ഈ നിസാര പ്രശ്നങ്ങൾക്ക് പൂജയും മന്ത്രവാദവും ചരടി ജപിക്കലും മുട്ട ജപിക്കലും വെള്ളമോതലും ഊതലും കുടിപ്പും ഇതൊക്കെ നടത്തുന്ന അന്ധവിശ്വാസം കൊടികുത്തുവാഴുന്ന നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. അപ്പോ ഈ ഒരു കേസ് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. പിന്നെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരേക്കും സ്പൈ ഏജന്റ്